നമസ്കാരം. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളാണ് പുഷ്പങ്ങൾ. പൂക്കളുടെ രാജ്ഞിയായി അറിയപ്പെടുന്നത് റോസാപ്പൂവ് തന്നെയാണ്. നൂറ്റാണ്ടുകളായി പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണിത്. ചുവപ്പ്, മഞ്ഞ, പിങ്ക്, വെള്ള തുടങ്ങിയ വിസ്മയിപ്പിക്കുന്ന പല നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ഇതിൻ്റെ മനോഹരമായ ഇതളുകളും ആകർഷകമായ സുഗന്ധവും തന്നെയാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പുഷ്പമാക്കി മാറ്റുന്നത്. റോസാപ്പൂവിന് കേവലം ഭംഗി മാത്രമല്ല, ബ്രിട്ടീഷ് കൊട്ടാരത്തിൻ്റെ ഭരണം വരെ മാറ്റിമറിച്ച വലിയൊരു യുദ്ധചരിത്രവുമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജസിംഹാസനത്തിന് വേണ്ടി രണ്ട് വലിയ രാജകുടുംബങ്ങൾ തമ്മിൽ 30 വർഷത്തോളം നീണ്ട ഒരു ആഭ്യന്തര യുദ്ധം നടക്കുകയുണ്ടായി. ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ യുദ്ധം ചെയ്ത രണ്ട് കൂട്ടരുടെയും ഔദ്യോഗിക ചിഹ്നം റോസാപ്പൂക്കളായിരുന്നു. ലങ്കാസ്റ്റർ കുടുംബത്തിൻ്റെ ചിഹ്നം ചുവന്ന റോസാപ്പൂവും യോർക്ക് കുടുംബത്തിൻ്റെ ചിഹ്നം വെള്ള റോസാപ്പൂവുമായിരുന്നു. അതുകൊണ്ട് ചരിത്രത്തിൽ ഇതിനെ വാൾസ് ഓഫ് ദി റോസസ് എന്നറിയപ്പെടുന്നു. വർഷങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിൽ ചുവന്ന റോസിൻ്റെ പ്രതിനിധിയായ ഹെൻറി ടൂഡർ വിജയിക്കുകയും അദ്ദേഹം വെള്ള റോസിൻ്റെ പ്രതിനിധിയായ എലിസബത്ത് രാജകുമാരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ആ രണ്ട് കുടുംബങ്ങളും ഒന്നായി. ഈ ഒത്തൊരുമയുടെ പ്രതീകമായി അവർ ചുവപ്പും വെള്ളയും ചേർന്ന് ടൂഡർ റോസ് എന്നൊരു പുതിയൊരു ചിഹ്നമുണ്ടാക്കി. ഇതാണ് ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ ദേശീയ പുഷ്പം. ഇന്നും ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക മുദ്രകളിൽ നമുക്ക് റോസാപ്പൂവ് കാണാൻ സാധിക്കും.